എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ പുതിയൊരു ഗെയിം ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡ് ആയിട്ടിരിക്കുന്ന മറ്റേ ഫോട്ടോ വെച്ചിട്ട് അത് നോക്കി വരയ്ക്കുന്ന ഗെയിമാണ് ഇപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് വരച്ചു കഴിയുന്ന ആള് വിന്നർ. അപ്പൊ നമ്മൾ ആരും കണ്ടിട്ടില്ല ഇമേജ് എന്താണെന്നുള്ളത്. ഞങ്ങളുടെ ബ്രദർ, എന്റെ ചേട്ടനാണ് അത് വരച്ചിരിക്കുന്നത്. അപ്പൊ ചേട്ടന്റെ ക്രിയേറ്റിവിറ്റി വെച്ച് വരച്ചിരിക്കുന്ന ഇമേജ് ആണ് ഇവിടെ ഇപ്പൊ നമ്മ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചേട്ടൻ, അപ്പൊ ഇതാണ് സാധനം. ഞങ്ങൾ കണ്ടിട്ടില്ല, ഫസ്റ്റ് കാണുന്നത് നിങ്ങളാട്ടോ. ഇങ്ങനെയാണ് ഇമേജ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ഇമേജ് വരുന്നത് കേട്ടോ. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ബാക്കിൽ കൂടെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗെയിമില് വരുന്ന ഇമേജ്. ഞാൻ എത്തിക്കാൻ പോവാം. അപ്പൊ ഗെയിമിലേക്ക് കടക്കാൻ പോകണം. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, അങ്ങനെ ഇവനെന്തൊക്കെ ഇത്ര വലിയ കലാകാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഓക്കെ, എന്റെ മൈ ഗോഡ്, ഹലോ ഗൈസ്, ഞങ്ങളുടെ ഗെയിം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഞാൻ. എന്ത് ഭംഗി നീ പറഞ്ഞ തെറ്റാണ് കാര്യം. ഞാൻ ഇട്ടത് ഞാൻ വെട്ടുമാറ്റിയതാണ് ഗൈസ്. അപ്പൊ ഗെയിമില് വിൻ ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് രേഷ്മയാണ്. അപ്പൊ രേഷ്മയ്ക്ക് ഭയങ്കര കൈയടി. ഭയങ്കര കോമ്പറ്റീഷൻ ആയി പോയി. ഓ, കൺഗ്രാറ്റ്സ്. അപ്പൊ ഇത്ര നല്ലൊരു ഡ്രോയിങ് തന്ന എന്റെ ബ്രദറിന് വലിയൊരു കൈയടി ഗൈസ്, വലിയൊരു കൈയടി. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ ഡ്രോയിങ് നിങ്ങൾക്ക് കാണിച്ചല്ലോ എത്രത്തോളം പക്ക പെർഫെക്റ്റ് ആണെന്ന് നമുക്ക്. അപ്പൊ ഗൈസ് നോക്കൂ, ഇതാണ് ഒന്നാം സമ്മാനത്തിന് അർഹയായിരിക്കുന്ന ഡ്രോയിങ്. അപ്പൊ ഇത് രണ്ടും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നോക്കുക. ദിസ് വൺ അവസാനം നൺ ഇല്ല ഈ കളിക്ക് തമിഴും മലയാളം ഒക്കെ മിക്സ് ആക്കി വേണം. നൺ ഇല്ല ഈ കളിക്ക്. അപ്പൊ ഈ ഗെയിം അപ്പൊ സെറുവിന്റെ കാട്ട് സെക്കൻഡ് പ്രൈസ് സെറു ആണ്. സെറുവിന്റെ അത് ഇതാണ്. വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇത്രയും നല്ല എന്താ പറയാ കഴിവുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഗൈസ്. അപ്പോ സെമി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ, പക്ഷെ ചെയ്തിരിക്കുന്ന വർക്ക് പക്കയായിട്ടാ ചെയ്തിരിക്കുന്നത്. നോക്കുക, ഈ ലയൺ ഈ മെസ്സിയുടെ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ അത് കറക്റ്റ് അല്ല, എല്ലാം അവള് അതവന്റെ സ്ട്രാറ്റജി ആണെങ്കിലോ അതവന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും ഗൈസ്. അപ്പോ ഈ ഗെയിം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഫെമി 6 വരച്ചു, ഞങ്ങൾ 2 5 വരച്ചു. അപ്പൊ ഇതാണ് ഇമേജ് വരുന്നത്. അപ്പോ
അതുകൊണ്ട് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും ഓരോ ഒട്ടർക്ക്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. I think I finished. ഞാൻ ഗൈസ് ഞാൻ കഴിഞ്ഞിട്ടാണ്. കണ്ട് ചെറുതായിട്ടുള്ളത് നീ ഇവിടെ ഇങ്ങോട്ടാണ് എന്റെ പൂവിനെ കുറ്റം പറഞ്ഞ 1 2 3 4 5 ഇത് രണ്ടാമത് 5 എന്റേത് 1 2 3 4 മൈനസ്. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. കംപ്ലീറ്റ് അപ്പൊ അതായിട്ടില്ല എനിക്ക് തോറ്റു. അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് ഞാൻ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നോണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇമേജ് വരയ്ക്കാൻ മൈനസ് ഈ ഗെയിമിന് ഓൾറെഡി നമ്മൾ വിന്നർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കണ്ടു പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഹോണസ്റ്റ് ആയിരിക്കണം. ഞാൻ എന്തോ ഒരു നെഗറ്റീവ് പറയണം. ഒരു നെഗറ്റീവ് ഞാൻ മര്യാദ പറഞ്ഞില്ല. ഈ കണ്ണട വേറെ ഷേപ്പിൽ ഞാൻ പറയുന്നില്ല. അപ്പൊ പിന്നെ എന്റെ ഫീസിലിട്ടാ ഇതിന് നീ അത് ചെയ്യണായിരുന്നു. എന്റെ കുറച്ച് നീട്ടണം. അതൊന്നും ഒരു പ്രശ്നമാണ്. അനാവശ്യമായിട്ട് ജയിക്കാനായിട്ട് ബാക്കിയുള്ളവരുടെ നല്ല ഭംഗിക്ക് വരച്ച ഡ്രോയിങ്ങിന് കൊളാക്കി നെഗറ്റീവ് മാർക്ക് ഇട്ടതാണ് ഇവിടെ ചില ആൾക്കാർ. അപ്പൊ ഗെയിം കഴിഞ്ഞിരിക്കുന്നു. അടുത്തൊരു ഗെയിമായിട്ട് നമ്മൾ വരുന്നത് വരെ റീച്ച് ചെയ്യാം. ഓക്കെ.